ഹലോ കുട്ടീസ്, ഹെസ ലിറ്റിൽ ഗേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടീസ്, ഞാനിന്ന് വന്നേക്കുന്നത് എന്തറിയാമോ, ഒരു പ്രോഡക്റ്റ് അല്ല ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും പരിചയപ്പെടുത്തല്ല മിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇതിപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. നമുക്ക് എന്താ നോക്കിയാലോ, പ്രോഡക്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ മെൻഷുറൻസ് കപ്പാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ലേഡീസിനും അറിയാവുന്നൊരു കാര്യമാണ് ഇത് എന്താണെന്ന്. അപ്പം ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഉണ്ടായ സൈഡ് എഫക്ട്സും ഇല്ലെങ്കിൽ എനിക്കുണ്ടായ ആ ഒരു നമുക്കിത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കാര്യമില്ല, അതൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് കാരണമാണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് എന്താ നോക്കാം. ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ മെൻഷുറൻസ് കപ്പ് എല്ലാവർക്കും അറിയാം. നമ്മുടെ പീരീഡ്സ് ടൈമിൽ നമ്മൾ പാഡ് തന്നെ യൂസ് ചെയ്യുന്ന കപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല, സിമ്പിൾ കാര്യമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, നമ്മുടെ വജൈനിലേക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്യുക, സംഭവം കഴിഞ്ഞു. അപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിക്കോളും. തിരിച്ച് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെം താഴെയുണ്ട്, ഈ ഒരു സ്റ്റെം, ആ സ്റ്റെമ്മിലേക്ക് നമ്മളിപ്പം വെച്ചേക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങ് വരും. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെയാണ് തോന്നിയത്. പാഡ് വെക്കാൻ എനിക്കാണെങ്കിൽ പാഡ് വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ആകുകയും പിന്നെ എനിക്ക് വജൈന ഭാഗത്തൊക്കെ ഭയങ്കര അലർജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ, ചൊറിച്ചൽ, ഇച്ചിങ് അങ്ങനത്തെയൊക്കെ എനിക്ക് വരും. ഇപ്പം അതൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഇത് വെച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ താഴത്തെ വരില്ല, അടിവയറെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ എനിക്ക് ഭയങ്കര പെയിനാണ്. ഇത് വെച്ച് കഴിഞ്ഞ് നമുക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുന്ന പോലെ ഭയങ്കര പെയിനാണേ. അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞ് ഞാൻ വെക്കുന്നതിൻ്റെ ആണോ എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് എനിക്ക് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്കറിയാവുന്ന എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ചവർ പറഞ്ഞാൽ അവർ വെക്കുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരികയൊക്കെ, എനിക്ക് അവരിങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കാണിച്ചു തരികയൊക്കെ ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, നല്ലപോലെ ഫോൾഡ് ചെയ്യുക, ഉള്ളിലേക്ക് ഇൻസേർട്ട്, അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പെയിനാണ്. ഫസ്റ്റ് ടൈമും എനിക്കില്ലായിരുന്നു, ആദ്യം വെക്കുമ്പോൾ എനിക്ക് പെയിൻ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്കൊരു 6-7 മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് വരും, ഇപ്പോൾ 2-3 മാസം കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ, നമ്മുടെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു പെയിൻ വരത്തില്ല, അതേപോലെ പെയിനാണ് പീരീഡ്സ് ടൈമിൽ എനിക്കിത് വെക്കുമ്പോഴത്തേക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക എന്താ റീസൺ എന്നുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലീക്കേജ് ഉണ്ടാകും. പിന്നെ മാസത്തിൽ നമ്മൾ ഒരു പാക്കറ്റ് പാഡ് വേണമെങ്കിൽ ഇപ്പം 45-50 രൂപയൊക്കെയല്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചപ്പോൾ 300 സംതിങ് ഞാൻ തോന്നുന്നു, 300-ഓ 600 എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് 12 ഇയേഴ്സ് തന്നെ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ പീരീഡ്സ് വന്ന ടൈമിൽ നന്നായിട്ട് വാഷ് ചെയ്തെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ വരും. നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്ന പോലേക്കും ഇതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ചൊറിച്ചിൽ, എനിക്ക് വെക്കാൻ പറ്റില്ല, ചൊറിച്ചിലാണോ അങ്ങനെയാണ് ഇങ്ങനെ, അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരത്തില്ല. ഇത് കളയാൻ തന്നെ ഭയങ്കര ഒരു എങ്ങും സ്ഥലമില്ല, എവിടെ കളയാൻ, ടോയ്ലറ്റ് ഫില്ലാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ടോയ്ലറ്റ് കളയാൻ പറ്റത്തില്ല. അപ്പം ഇത് സൂപ്പറായിട്ടുള്ള ഐറ്റംസാണ്, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. പിന്നെ വെച്ചാൽ ഇത് 3 സൈസിലായിട്ടാണ് വരുന്നത്, സ്മാള്, മീഡിയം, ലാർജ്. അപ്പം ലാർജ് യൂസ് ചെയ്യുന്നത് വെജന നല്ല അറിയാലോ, വെജന നല്ല വലിപ്പമൊക്കെ ഉള്ളവർക്കാണ് ലാർജ്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ മീഡിയം പറ്റും. പിന്നെ കല്യാണം കഴിയാത്ത അൺമാരീഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ സ്മാൾ പറ്റും. അപ്പോൾ എനിക്കിപ്പം ഞാൻ ഫസ്റ്റ് എനിക്കറിയാത്ത ടൈമിൽ ലാർജ് വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് ഭയങ്കര പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയം ആയ ശേഷം വലിയ കുഴപ്പം. പിന്നെ ഇപ്പോഴും എനിക്ക് പെയിൻ വരുന്നത്, അത് ഞാൻ ഈ സെയിം മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പെയിൻ വരുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ
യൂസ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് എനിക്കറിയില്ല. ഇനി എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ശരിയല്ലയോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ശരിയായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. അപ്പം അതെന്താ പെയിൻ വരുന്നത് എന്നുള്ളത് എനിക്ക് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം എന്താണെന്ന്. പിന്നെന്ന് വെച്ചാൽ പിന്നിപ്പം ഒരുപാട് ഇത് എവിടെ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാലോ. ഒന്നെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, പിന്നെ ഓൺലൈനായിട്ട് കുറേ എന്താ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പാഡ് യൂസ് ചെയ്യാൻ എനിക്ക് പാഡ് പറ്റത്തേ ഇല്ല കേട്ടോ. പാഡെന്ന് പറഞ്ഞ സംഭവം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. മീഷോ പാഡ് എനിക്ക് പറ്റത്തേ ഇല്ല. എനിക്കത് എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ വെച്ചെന്ന് എനിക്കറിയാം. ഇത്രയും വർഷം എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കുറേ ബ്രാൻഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ ദുബായിലായ സമയത്ത് അവിടുത്തെ ഒരു എന്താണ് ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്കെന്താ ഭയങ്കരമായിട്ട് എനിക്ക് ചൊറിച്ചലും വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാനാണെങ്കിൽ ഒരു പാഡ് ഞാൻ യൂസ് ചെയ്യുന്നത് 1 മണിക്കൂറിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് യൂസ് ചെയ്യുന്ന വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു 2-3 മാസം കൊണ്ട് പിന്നെ എനിക്കിത് വെക്കുമ്പോൾ അടിവേർ വേദനയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായത്. അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ തിരിച്ച് പാഡിലേക്ക് പോയി. അപ്പോഴത്തേക്കും എനിക്ക് പാഡ് ഒന്നാമത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താ പ്രശ്നം വരുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് പുറത്ത് നശിപ്പിച്ച് കളയാം. അപ്പം അതിന് സൗകര്യങ്ങൾ കുറവായത് കാരണം ഇപ്പം ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ, അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഇത് യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ സൈറ്റുകളിലുണ്ട്. എല്ലാവരും പോയി വിസിറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണുള്ളത് യൂസ് ചെയ്ത് നോക്കും. പിന്നെ എന്താ ചിലർക്ക് പേടിയുണ്ട്, എന്താണ് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഫുള്ള് നിറഞ്ഞു പോകുന്നതില്ല. ഇതിനകത്തിപ്പോൾ എത്രയെന്ന് എഴുതിയിട്ടുണ്ട്, എത്ര ml വരെയാണ്. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7.5 ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതൊരു നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ ഇത് വെച്ച് കഴിയുമ്പോൾ അത്രേ ആവുള്ളൂ. അങ്ങനെയൊന്നും ഇത് ലീക്കാവുകയും അങ്ങനത്തെ ഒരു ഇതുവരെ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഈ പെയിൻ അല്ലാതെ വേറെ ഒരു ലീക്കാകുകയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇതുവരെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടേ ഇല്ല. അപ്പം അതൊന്നും ആരും പേടിക്കാനൊന്നും വേണ്ട കേട്ടോ. പാഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം വരെയില്ല കേട്ടോ. നല്ലപോലെ നമുക്ക് നല്ലൊരു ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതൊന്നും പേടിക്കണ്ട കേട്ടോ. ചിലർക്ക് ഡൗട്ട് കാണും, എന്താണ് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മാറ്റേണ്ടതെന്നുള്ള ഡൗട്ടൊക്കെ കാണും. അങ്ങനെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കൊന്നും ഇത് ഊരി മാറ്റേണ്ട ആവശ്യമൊന്നും ഇതുവരെ ഇല്ല. അതിൻ്റെ ആവശ്യം നമ്മൾ നല്ലപോലെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഊരി മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കിത് വെച്ചുകൊണ്ട് തന്നെ യൂറിൻ പാസ് ചെയ്യാം, അതിന് വേറെ പ്രശ്നമൊന്നും വരും. ഓക്കെ. പിന്നെ ഞാൻ പറയാം, നന്നായിട്ടത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും ഈ നമ്മുടെ വാഷ് കപ്പ് യൂസ് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പറ്റുന്നൊരു പാർട്ടാണ് നമ്മുടെ വജൈനൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. നമ്മളെ വേറൊരു കണ്ടൻറ്റുമായിട്ട് വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.